കണ്ണൂരിൽ മത്സരിക്കാനില്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരൻ. പകരം കെ ജയന്തിൻ്റെ പേര് കെ സുധാകരൻ നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് ചേരുന്നു. സന്തോഷ്, മൂന്നാം സീറ്റ് ലീഗ് ചോദിച്ചൊരു ഘട്ടത്തിലാണ് വീണ്ടും താൻ തന്നെ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്ന നിലയിലൊരു പ്രഖ്യാപനം കെ സുധാകരൻ നടത്തിയത്. ഇപ്പോൾ മൂന്നാം സീറ്റ് ലീഗിന് കൊടുക്കുന്നുമില്ല, ആ പ്രശ്നവും പരിഹരിച്ചു. കെ സുധാകരൻ ഇനി കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്ന് തന്നെയാണോ അദ്ദേഹം വ്യക്തമാക്കുന്നത്? അതായത് കെ.പി.സി.സി പ്രസിഡന്റായി തുടരാനേ ഉള്ളൂ, കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്നാണോ? ശരത്ത്, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സീറ്റാണ് ഇപ്പോൾ തുടക്കം മുതൽക്ക് തന്നെ കോൺഗ്രസിലും UDF-ലും പ്രതിസന്ധിയായി നിലനിൽക്കുന്ന കാര്യം. കാരണം കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്ന് തിരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കുന്നതിന് അല്ലെങ്കിൽ എത്രയോ നാളുകൾക്ക് മുൻപ് തന്നെ, ഒരു വർഷം മുൻപ് തന്നെ സുധാകരൻ വ്യക്തമാക്കിയതാണ്. പിന്നീട് പല ഘട്ടത്തിലും സുധാകരൻ ഇക്കാര്യം ആവർത്തിച്ചുകൊണ്ടിരുന്നു. കണ്ണൂരിൽ ഇത്തവണ മത്സരിക്കാനില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. അതിനൊപ്പം തന്നെ കണ്ണൂരിൽ എനിക്ക് MP എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് വീണ്ടും മത്സരിക്കാൻ താല്പര്യമില്ല എന്നും സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നില്ലെങ്കിൽ ആ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന് ലീഗ് ആവശ്യപ്പെടുകയും ലീഗിന്റെ മൂന്നാം സീറ്റ് എന്നുള്ള വാദം തന്നെ വരുന്നത് ഈ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ്. ഈ ലീഗ് ഈ ശക്തമായി മൂന്നാം സീറ്റിൽ ഉറച്ചു നിന്നതോടുകൂടി വീണ്ടും സുധാകരൻ നിലപാട് മയപ്പെടുത്തുകയും ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്ക് നിലപാട് മാറ്റുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ലീഗ് ആ ആവശ്യം ഉപേക്ഷിക്കുകയും ചെയ്തു. സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ കണ്ണൂരിൽ തങ്ങൾക്ക് സീറ്റ് വേണ്ടതില്ല എന്നുള്ള രീതിയിലേക്ക് ലീഗ് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ വീണ്ടും സുധാകരൻ മത്സരിക്കുന്നില്ല എന്നുള്ളത് സ്ക്രീനിംഗ് കമ്മിറ്റിയെ ഈ ഹൈക്കമാൻഡിനെ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുധാകരൻ അത്തരത്തിൽ മത്സരിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പകരം കെ ജയന്തിൻ്റെ പേര്, KPCC ജനറൽ സെക്രട്ടറിയായ കെ ജയന്തിൻ്റെ പേര് സുധാകരൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിലും അത്ഭുതമൊന്നുമില്ലല്ലോ, കാരണം കുറേ നാളുകളായി എനിക്ക് തോന്നുന്നു ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ UDF-ന്റെ സിറ്റിംഗ് MP-മാർ, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കും. കെ സുധാകരൻ കണ്ണൂരിൽ ഇത്തവണ മത്സരിക്കാനുണ്ടാവില്ല, പകരം അദ്ദേഹം ശുപാർശ ചെയ്യുന്നത് ജയന്തിൻ്റെ പേരാണ് എന്ന് ഞാനും നിങ്ങളും അടക്കം മാധ്യമലോകത്തൊക്കെ കാര്യമായി, രാഷ്ട്രീയ രംഗത്തൊക്കെ കാര്യമായി പ്രചരിച്ചിരുന്നതാണ് കുറേ നാളുകളായി. അതിപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ചു വരുന്നു അല്ലേ? ഇടയിലൊരു തടസ്സം കണ്ടപ്പോൾ ലീഗിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടി, ലീഗിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ ആ സീറ്റിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്നൊരു നിലപാട് കെ സുധാകരൻ എടുക്കുന്നു. ആ പ്രശ്നം പരിഹരിക്കുന്നു. ജയന്തിന് തന്നെ സീറ്റ് എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങളെ നീക്കാൻ കെ സുധാകരന് കുറെ കൂടിയാവുന്നു എന്നാണോ? ശരത്ത്, പൂർണ്ണമായിട്ട് നമുക്ക് ജയന്ത് എത്തും എന്നുള്ളത് ഉറപ്പിച്ച് പറയാനായിട്ടില്ല. കാരണം സുധാകരൻ നേരത്തെ തന്നെ ജയന്തിൻ്റെ പേര് നിർദ്ദേശിച്ചതാണ്. എന്നാൽ ഈ കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതാക്കന്മാർ ശക്തമായിട്ടുള്ള എതിർപ്പ് ജയന്തിനെതിരെ അറിയിച്ചിട്ടുണ്ട്. കാരണം ജയന്തിന് കണ്ണൂരിൽ ഒരു തരത്തിലുള്ള സാന്നിധ്യവുമില്ല. അതായത് വിജയസാധ്യത കുറവാണ് എന്നാണോ കോൺഗ്രസിനകത്തെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ? ജയന്തിന് വിജയസാധ്യത കുറവാണ് എന്നൊരു വിലയിരുത്തൽ തീർച്ചയായും കോൺഗ്രസിനകത്തെ ഒരു വിഭാഗത്തിന്റെ അത് ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിൻ്റെ, UDF-ലെയും ലീഗിലെയും എല്ലാം വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ അത് തന്നെയാണ്. ജില്ലയിൽ ഒരു സ്വാധീനവുമില്ലാത്ത ഒരു നേതാവാണ് ഈ ജയന്ത് എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് പോലും അറിയില്ല. അതുകൊണ്ട് വിജയ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് തുടക്കം മുതൽ പറയുന്നത്. ഇത് പൂർണ്ണമായും നമുക്ക് സുധാകരൻ വരില്ല എന്നും ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇതിനെ ഒരു സ്വാഭാവികമായി ഇവന് കാണേണ്ടത് ഇപ്പോൾ ഈ ഒരു വാർത്തകളെല്ലാം വന്നതിന് പിന്നാലെ പല സ്ഥലങ്ങളിലും സുധാകരൻ മത്സരിക്കണം എന്നുള്ള രീതിയിലുള്ള വലിയ ആവശ്യങ്ങൾ വീണ്ടും പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളും ഇനിയിപ്പോൾ മണിക്കൂറുകളിൽ ഫ്ലക്സ് ബോർഡുകളായും മറ്റുമല്ലാതെ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. സുധാകരൻ അനുകൂല പ്രകടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അത് സുധാകരൻ മത്സരിക്കില്ല എന്നുള്ള രീതിയിലേക്കൊന്നും ഈ ഘട്ടത്തിൽ പറയാനായിട്ടില്ല. എന്നാൽ സുധാകരൻ മത്സരിക്കാൻ ഒരു താല്പര്യക്കുറവ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ പൂർണ്ണമായും പറയാൻ കഴിയൂ. നമ്മുടെ കോൺഗ്രസിൻ്റെ തന്നെ അടുത്ത സോഴ്സുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ശക്തമായിട്ടുള്ള സമ്മർദ്ദം ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാർ തുടരുന്നുണ്ട്. പൂർണ്ണമായും അതെ സന്തോഷ്, അദ്ദേഹം നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരേ സമയം കണ്ണൂരിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് ഇറങ്ങിയാൽ KPCC പ്രസിഡന്റായി തുടരാനാകുമോ? അദ്ദേഹത്തെ എങ്ങനെയും പല കാരണങ്ങളാൽ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന നേതാക്കൾ കോൺഗ്രസിനകത്ത് കേരളത്തിൽ വളരെ കാര്യമായിട്ടുണ്ട് താനും. ഇത് നന്നായി കെ സുധാകരൻ മനസ്സിലാക്കുകയും കണ്ണൂരിൽ മത്സരിക്കാൻ പോകുന്നതിൻ്റെ പേരിൽ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വന്നാൽ, കഴിഞ്ഞ ദിവസവും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഇന്നലെ അടക്കം അത്തരം ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. അദ്ദേഹത്തിന് അതിന് മറുപടി പോലും പറയാൻ കഴിയാത്ത വിധം അതിൽ പ്രതികരിക്കാൻ ശ്രമിച്ചത്, തുനിഞ്ഞത് VD സതീശനാണ്, പ്രതിപക്ഷ നേതാവ്, UDF ചെയർമാനാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനൊരു പ്രശ്നം കെ സുധാകരൻ നേരിടുന്നുണ്ട്. KPCC പ്രസിഡന്റായി തുടരാൻ ആവണമെങ്കിൽ ഈ മത്സരരംഗത്തേക്ക് പോകാതിരിക്കണം എന്ന ഒരു പ്രശ്നം അദ്ദേഹത്തെ നേരിടുന്നുണ്ടാവാം. അദ്ദേഹം സ്റ്റിയറിംഗ് കമ്മിറ്റി
അറിയിച്ചിട്ടുണ്ട് എന്നിപ്പോൾ കെ മുരളീധരൻ പറയുന്നു, രമേശ് ചെന്നിത്തല പറയുന്നു. അങ്ങനെയും ഒരു പുരോഗതി ഇക്കാര്യങ്ങളിൽ വേറെ സംഭവിച്ചിട്ടുണ്ട്, നേതാക്കൾ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. സന്തോഷ്. തീർച്ചയായും സുധാകരൻ ഇക്കാര്യത്തിൽ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതായത് രണ്ട് കാര്യങ്ങളാണ്. സുധാകരൻ ഇത് ഉറപ്പിച്ച് പറയാനും കഴിയാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്വാഭാവികമായും ഈ തിരഞ്ഞെടുപ്പിൽ UDFന് ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള പൊതുവെയുള്ള വിലയിരുത്തലുണ്ട്. അങ്ങനെയായാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സുധാകരൻ മാറേണ്ടുന്ന സാഹചര്യം വരും. അത് MP സ്ഥാനവുമില്ല, KPCC പ്രസിഡന്റ് സ്ഥാനവുമില്ല എന്നുള്ള രീതിയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റാൽ ഉറപ്പായും സുധാകരനെ സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സമ്മർദ്ദം ശക്തമായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ പറയുന്നത് ഒരു പ്രിവിലേജ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് MP സ്ഥാനം നിലനിർത്തി പോകുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉപദേശം സുധാകരൻ ലഭിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് സുധാകരൻ ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം മയപ്പെടുത്തി വരുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ടേക്ക് ഏറ്റവും പ്രധാനമായും സുധാകരൻ നേരിടുന്ന ചില പ്രശ്നങ്ങൾ, അദ്ദേഹം കണ്ണൂർ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കാനില്ല എന്ന് നേരത്തെ പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കണ്ണൂർ മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും MP എന്നുള്ള രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ വിജയസാധ്യതയെ കൂടി ബാധിക്കും എന്നുള്ള ഒരു ഭയം കൂടി സുധാകരനുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഈ മത്സരിക്കാനില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സുധാകരൻ ഉള്ളത്. എന്നാൽ ഈ സമ്മർദ്ദം ഏത് രീതിയിൽ പാർട്ടിക്കകത്തു നിന്നും മുന്നണിയിൽ നിന്ന് അകത്തുനിന്നും വരും എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും കാര്യങ്ങൾ ഇനി മുന്നോട്ടുള്ള തീരുമാനങ്ങൾ. ശരത്. റൈറ്റ്.